നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഹമീദ് സാഹിബായിരുന്നു സംസ്ഥാന പ്രസിഡന്റ്. ഹമീദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ യാത്രയുണ്ട്. അതിലേറ്റവും പ്രൈം ഡിമാൻഡ് നമ്മൾ ഉന്നയിച്ചത് ഭൂമി പ്രശ്നമാണ്. ജാഥ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കോഴിക്കോട് ആണ് അവസാനിക്കുന്നത്. കേരളം മുഴുവൻ കറങ്ങിയിട്ട് കോഴിക്കോട് അവസാനിക്കുന്നത്. ആ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ഓരോ സ്ഥലത്തും നൂറുകണക്കിന് ഭൂരഹിതർ അതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് ഒരു വല്ലാത്ത ഒരു മൈൽ സ്റ്റോണാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ച് തുടക്കത്തിലുള്ളൊരു ഒരു അടയാളപ്പെടുത്തിയതെന്നാണ്. രണ്ടാമത് നമ്മൾ പിന്നെ കളക്ട്രേറ്റ് ഉപരോധങ്ങൾ 14 ജില്ലാ കളക്ട്രേറ്റുകൾ വലിയ സാന്നിധ്യത്തിൽ സഞ്ജയത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉപരോധിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് വിരോധത്തിൽ ഞാൻ ജയിലിൽ പോയ ഒരാളാണ്. കേവലം പ്രക്ഷോഭങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. പിന്നെ ഉണ്ട് നമ്മൾ അക്കാഡമിക് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ലാൻഡ് സമ്മിറ്റ് നടത്തി. തിരുവനന്തപുരത്ത് ഒരു ലാൻഡ് സമ്മിറ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ ആ ലാൻഡ് സമ്മിറ്റ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുത്തിട്ടുള്ളതാണ്. PV രാജഗോപാലാണത് ഉദ്ഘാടനം ചെയ്തത്. രാജു സോളങ്കി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലൊരു പിന്നെ ദളിത് ആക്ടിവിസ്റ്റും ഭൂസമര പ്രവർത്തകനുമായൊരു വ്യക്തി അതിന് മുഖ്യാതിഥിയായിരുന്നു. നമ്മൾ വ്യത്യസ്ത വിഷയങ്ങൾ അതിൽ ഭൂനിയമങ്ങളെക്കുറിച്ച്, ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ച്, ഭൂമിയുടെ വിനിയോഗങ്ങളെക്കുറിച്ച്, നഗരാസൂത്രണത്തെക്കുറിച്ച്, വികസനത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ അതിന് നമ്മൾ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ഭൂ നിയമം നിർമ്മിക്കുന്ന സമഗ്ര ഒരു കോംപ്രിഹെൻസീവ് ലാൻഡ് ലോ അത് എനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക എന്നതാണ് നമ്മൾ ആ ദൗത്യമാണ് ഏറ്റെടുത്തത്. അതിൻ്റെ ഡ്രാഫ്റ്റ് അന്ന് അവതരിപ്പിച്ചിരുന്നു. അവസാനം സമ്മേളനത്തിന് ശേഷം, ഈ ലാൻഡ് സമ്മിറ്റിന് ശേഷം വ്യത്യസ്ത ആളുകൾ, അക്കാഡമിഷ്യന്മാർ പങ്കെടുത്തു, പൊളിറ്റീഷ്യന്മാർ പങ്കെടുത്തു, പത്രപ്രവർത്തകർ പങ്കെടുത്തു. അതിനകത്ത് ഒരു വലിയൊരു എഫർട്ട്. ഭൂമി വിഷയം വരുന്നുവെങ്കിൽ അതിന് പഠിക്കേണ്ട എല്ലാം അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തൽക്കാലം അത് ഒരു സാമാന്യം അത് ഒരു നല്ലൊന്നാണ്.